ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മാക്സ് വെബറിൻ്റെ പുസ്തകമായിട്ടുള്ള ദ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന പുസ്തകത്തെ പറ്റിയാണ്. മാക്സ് വെബർ എഴുതിയതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് ഈ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന പുസ്തകം. നോർത്തേൺ യൂറോപ്പിലെ ക്യാപിറ്റലിസം എങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗവുമായി ബന്ധപ്പെടുന്നു എന്നതിനെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. കാൽവിനിസ്റ്റ് എന്ന പേരിലും അവരെ അറിയപ്പെടുന്നുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗമായിട്ടുള്ള കത്തോലിക്ക വിഭാഗത്തിനെ അപേക്ഷിച്ച് ക്യാപിറ്റലിസത്തിൽ പ്രൊട്ടസ്റ്റൻസുകാർ എന്തുകൊണ്ട് മുന്നിട്ട് നിൽക്കുന്നു എന്നതിനെ പറ്റിയാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് ഈ ഗ്രന്ഥത്തിൽ പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസം എങ്ങനെയാണ് മുതലാളിത്തത്തിൻ്റെ വളർച്ചയെ സഹായിച്ചത് എന്നാണ് അതിൽ അദ്ദേഹം പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മതത്തിൻ്റെ സ്വാധീനം പരിശോധിച്ച വെബർ ബ്രിട്ടന്, ഫ്രാൻസ്, ജർമ്മനി പോലുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ മുതലാളിത്തം വളർച്ച നേടാൻ കാരണം അവിടുത്തെ പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസമാണെന്ന് പറയുന്നു. അതായത് ഈ മുതലാളിത്തം കൂടുതലും പ്രത്യേകിച്ച് നോർത്തേൺ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മുതലാളിത്തം ഉണ്ടായിട്ടുള്ള ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ ഈ ഒരു മുതലാളിത്തത്തിന് വളർച്ച ഉണ്ടാവാനുള്ള കാരണം പ്രത്യേകിച്ച് അവരുടെ പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രാജ്യങ്ങളിലെ ഭൂരിഭാഗം ജനങ്ങളും പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസികളാണ്. എന്നാൽ സ്പെയിൻ, പോർച്ചുഗൽ, ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ ക്രിസ്ത്യൻസിലെ മറ്റൊരു വിഭാഗമായിട്ടുള്ള കത്തോലിക്ക മതവിശ്വാസികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ മുതലാളിത്തത്തിന് പെട്ടെന്നുള്ളൊരു വളർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുതലാളിത്തത്തിൻ്റെ ആശയങ്ങളും പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസവും തമ്മിൽ ചില സമാനതകൾ, അതായത് പ്രൊട്ടസ്റ്റൻസ് മതവിഭാഗത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഈ ഒരു ക്യാപിറ്റലിസമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമാനതകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇതിലൂടെ പറയുന്നത് മതപരമായിട്ടുള്ള ശക്തികൾക്കും സാമ്പത്തിക ശക്തികൾക്കും വളരെ അടുത്ത ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ കൃതിയിലൂടെ അദ്ദേഹം വിവിധ സമൂഹങ്ങളുടെ സാമ്പത്തിക പെരുമാറ്റത്തെ ലോകത്തിലെ മതപരമായിട്ടുള്ള ആശയങ്ങൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തികളുടെ പെരുമാറ്റം മനസ്സിലാക്കാൻ അവരുടെ മതം സഹായിക്കുന്നത് പോലെ അവരുടെ സാമ്പത്തിക പെരുമാറ്റം മനസ്സിലാക്കാനും മതം സഹായിക്കുന്നു. ഈ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സാധാരണയായിട്ട് വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ മതം സഹായിക്കുന്നത് പോലെ തന്നെ അവരുടെ സാമ്പത്തിക പെരുമാറ്റം മനസ്സിലാക്കാനും മതം സഹായിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പെരുമാറ്റമാകട്ടെ ജനങ്ങളുടെ മതപരമായിട്ടുള്ള ആശയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സാമ്പത്തികമായിട്ടുള്ള പെരുമാറ്റം ജനങ്ങളുടെ മതപരമായിട്ടുള്ള ആശയങ്ങളിൽ നിർണ്ണയിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സ് വെബർ പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങളിലാണ് ക്യാപിറ്റലിസം വളരെ വേഗം പടർന്നു പന്തലിക്കുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തുകയും പ്രത്യേകിച്ച് ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ജർമ്മനി, ബ്രിട്ടൻ, സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങളിൽ വളരെ വേഗത്തിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്കാൾ ക്യാപിറ്റലിസം വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഈ പ്രത്യേകിച്ച് കാത്തലിക്സ് ഉള്ള സ്ഥലത്ത് ഈ ഒരു ക്യാപിറ്റലിസം വളരെ പെട്ടെന്ന് വരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ മാക്സ് വെബറിൻ്റെ പ്രധാനപ്പെട്ടൊരു പുസ്തകമാണ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന പുസ്തകം. അതിൽ അദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗം എങ്ങനെയാണ് ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി എന്നതിനെ പറ്റിയാണ് അതിൽ അദ്ദേഹം പറയുന്നത്. പ്രധാനമായിട്ടും ക്രിസ്ത്യൻസ് വിഭാഗത്തിലെ മറ്റൊരു വിഭാഗമായിട്ടുള്ള കാത്തലിക്സിനെ അപേക്ഷിച്ച് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം കുറച്ചുകൂടെ ഉന്നതിയിലായിരുന്നു, പ്രത്യേകിച്ച് ക്യാപിറ്റലിസത്തിൻ്റെ ഇതിൽ നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ഇതാണ് ഈ ഒരു പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിച്ചത്.